സാറേ, മോദി പൊതുജീവിതം അവസാനിപ്പിക്കണോ? ആണോ? അങ്ങനെ ഖാർഗെ പറയുന്നുണ്ട്, മോദി പൊതുജീവിതം അവസാനിപ്പിക്കണം. ശരി, അതിനെന്താ അങ്ങനെ പറഞ്ഞാലേ നമുക്ക് നാളെ 11:30 അവസാനിപ്പിക്കാൻ അങ്ങനെ മെയിൽ ചെയ്യും. അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറഞ്ഞു. അല്ല, അതാ പറഞ്ഞത്, മൂപ്പര് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെ കേൾക്കുന്നില്ല. അധീർ രഞ്ജൻ ചൗധരി മൈൻഡ് ചെയ്തില്ലല്ലോ. എന്നിട്ടല്ലേ ഇപ്പം മോഡി മൈൻഡ് ചെയ്യാൻ പോകുന്നു. പിന്നെ മോഡി വല്ല പ്രായം ചെന്ന ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒന്ന് മിണ്ടണ്ടെന്ന് വിചാരിച്ചെങ്കിൽ അയാളെ ഭാഗ്യം. അങ്ങനെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ അമിതാഭ് ബച്ചൻ്റെ ആക്സിഡന്റ് കണക്കിന് തിരിച്ചു കൊടുക്കും. അതാണ് മോഡിയുടെ സോഫാറുള്ള നമ്മുടെ അനുഭവം. മോഡി എന്തിനാണ് ഈ മപ്പ്? പിന്നെ മോദി വർഗീയത അല്ലാതെ പ്രായമായിട്ടല്ല, അല്ല, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ആളായതുകൊണ്ടാണ് മോദി പൊതുജീവിതം അവസാനിപ്പിക്കുന്നത്. മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ആളായതാണ്. ഏതായാലും ഭിന്നിപ്പിച്ചിട്ടില്ലേ? അല്ല, മാത്രമല്ല ഈ ചില പ്രസ്താവന ഇലക്ഷൻ സമയത്തൊന്നും ചില പ്രസ്താവനകളാണ് ഉദ്ദേശിച്ചെങ്കിൽ മുപ്പത് രാഷ്ട്രീയ രംഗത്ത് വരാനേ പാടില്ലായിരുന്നു. മോഡിയുടെ കരിയറിലുടനീളം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പം അത്തരം പ്രസ്താവനകളുടെ പുറത്ത് മോഡി പൊതുജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ സാങ്കത്യമില്ല. കാരണം മോഡി ഇങ്ങനെ സോഫ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അത് അങ്ങനെ ഇനി പല പ്രായപരിധി അതും അങ്ങേർക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ 55 വയസ്സ് ഉണ്ട്, അപ്പം അതും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു റോങ് പേഴ്സൺ റോങ് ടൈമിന് കൊടുക്കുന്ന റോങ് അഡ്വൈസ് എന്ന രീതിയിൽ മാത്രമേ ഇത് കാണാൻ പറ്റൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് മോഡിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് എങ്ങനെയെങ്കിലും മോഡി പരിപാടി നിർത്തി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പണ്ട് മോഡി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് മനുഷ്യങ്കർ അയ്യ പറഞ്ഞ് ഞങ്ങളുടെ AICC ഓഫീസിലെ പരിപാടിക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തോട്ടെ. AICC ഓഫീസ് അങ്ങനെയാണ്. അപ്പോൾ അവർ പരിപാടി കൂടുമ്പോൾ അവിടെ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതാണ് ബേസിക്കലി ചായ കൊടുക്കുക. അപ്പോൾ ഡൽഹി തന്നെ നിങ്ങൾ ഈ വലിയ ഈ ലുട്ടൻസ് ബംഗ്ലാവിലാണ് ഇതൊക്കെ, കേശവ റോഡ്, ജൻപത്ത് ഇതൊക്കെ ലുട്ടൻസ് ഏരിയയാണ്. ഇവിടെയാണ് ഈ പാർട്ടികളൊക്കെ പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ, BJPയുടെ എല്ലാം. അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെറിയ വലിയ മരങ്ങളുണ്ട്, നല്ല രസമാണ്. വലിയ മരങ്ങളുണ്ട്, അശോക മരം പോലെ വലിയ മരങ്ങൾ. ഈ മരങ്ങളുടെ അണ്ടറിൽ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റൗ ഒക്കെ വെച്ച് ചായ കൊടുക്കുന്ന ആളുകളുണ്ട്. ആ ചായക്ക് ഭയങ്കര ടേസ്റ്റ്. ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും ഉഡായിപ്പ് ചായ കേരളത്തിലെ ചായയാണ്. അവിടെ ചായ തനി ഈ പാലിൽ, നമുക്ക് എരുമാപ്പാലായിരിക്കും, ഈ പാലിൽ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് ചായത്തിലേ ഉണ്ടാവുള്ളൂ. അത് കുടിച്ചാൽ നിങ്ങൾ കേരളത്തിലെ സകല ചായക്കാരനെ ഓടിച്ചിട്ട് തരും. അപ്പം അങ്ങനെ കൊടുക്കുന്ന ആളല്ലേ. ഇവർ മഹാഭൂരിപക്ഷം OBC ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഓഫീസിൽ ചായ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞതാണ്, അങ്ങനെ അവഗണിച്ചതാണ്. അപ്പം ഇപ്പം പറയുന്നത് എങ്ങനെ നിർത്തിപ്പോകുന്നു? കാരണം അവർ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് മോഡി വളർന്നു എന്നുള്ളത്. അപ്പം മോഡി ഇവിടെ നിൽക്കുന്ന കാലത്തോളം കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ രക്ഷയില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു ആത്മകഥമാണ്. ആ ആത്മകഥത്തിന് വിവിധ രൂപങ്ങളുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം വിഭജിച്ച് ഭരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അങ്ങനെയാണെങ്കിൽ അതിന് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഇവിടെ കലാപങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കോൺഗ്രസ് കാലഘട്ടത്തിലാണ്. പക്ഷേ ഗുജറാത്ത് കലാപത്തിനോട് അത്ര വന്നിട്ടില്ലെങ്കിൽ പോലും വലിയ വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഹാഷിംപുര കൂട്ടക്കൊല, പിന്നെ ഭീവണ്ടി കലാപം, ബോംബെ കലാപം. ഇപ്പോൾ ഒരുപക്ഷെ റേഞ്ചും അതിൻ്റെ ഗ്രാവിറ്റിയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ ടെലിവൈസ്ഡായി കണ്ടൊരു റേട്ടെന്ന രീതിയിൽ ഈ പറയുന്ന ഗുജറാത്ത് കലാപമായിരിക്കും. പക്ഷെ ഇതൊന്നും ചെറിയ കലാപങ്ങളല്ല. ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടാവരുത്. എങ്ങനെ ഒരു കോൺഗ്രസ് തന്നെ പറയാനുള്ള ധാർമ്മികമായ അർഹതയുള്ളൂ. രണ്ടാമത്തെ കാര്യം, സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ വാദം കാണുന്ന സമയത്ത് രാജീവ് ഗാന്ധി പറഞ്ഞ വൻമരങ്ങൾ ഭൂമി, രാജീവ് ഗാന്ധിയുടെ വികാരം എനിക്ക് മനസ്സിലാവും. ഇപ്പം ഞാനാണ് രാഷ്ട്രീയ പ്രവർത്തകൻ, ചിലപ്പോൾ മകന്റെ വികാരമാണ്. അല്ല, ഞാൻ ചിലപ്പോൾ പറഞ്ഞു പറ്റും. പക്ഷെ പ്രശ്നമുണ്ട്. ഈ വൻമരങ്ങൾ വീഴുമ്പോൾ, ഭൂമി കുറുങ്ങുമ്പോൾ ആ കൊന്ന ആളുകളെയാണ് ശിക്ഷിക്കേണ്ടത്. പക്ഷെ ഒരുപാട് നിരപരാധികളാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇതുപോലെ തന്നെയാണ് ഗുജറാത്തിൽ മോഡിയും പറഞ്ഞത്. അപ്പം ഇതിൻ്റെയും പ്രസിഡൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇതൊന്നും കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ റെലവൻ്റ് അല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പറഞ്ഞു, ഇനിയിപ്പം റെലവൻ്റായി വരുന്നത് ഇതാണ്. മോഡിയുടെ ഹൈപ്പ് ഒന്നും കൂടി. നിങ്ങളൊരാളെ നേരിട്ട് തോൽപ്പിക്കുമ്പോൾ ശപിച്ച് തോൽപ്പിക്കല്ലോ, നശിച്ച് പോട്ടെ, കല്ലെടുത്ത് പോട്ടെ എന്ന് പറയുന്നത് പോലെയാണ്. അതായത് ഇതൊക്കെ ഇൻഡയറക്റ്റ്ലി അവർക്ക് ഗുണം ചെയ്യുള്ളൂ. ഇവർക്കൊന്നും ബുദ്ധിയില്ലേ? ഈ ഇലക്ഷൻ സമയത്ത് ശത്രുവിന് രാഷ്ട്രീയം നിർത്തി പോകണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് പുതുമയുള്ള കാര്യമാണ്. പ്രശ്നമല്ല. അപ്പോൾ മോഡിയുടെ കാലഘട്ടത്തിൽ ഡിഫൻസിൽ വലിയൊരു അഴിമതി കണ്ടുപിടിച്ചു. അല്ലെ ഇന്ത്യയിലെ ടോപ്പ് ഒഫീഷ്യൽസ് മോഡിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ചാരന്മാരാന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ കാര്യം ഉണ്ടാവും. അതിനൊരു പുതുമയുണ്ട്, ആളുകൾക്ക് മനസ്സിലാവും. ഇതൊന്നുമില്ല, പണ്ടാരാണെങ്കിൽ പോട്ടെ എന്ന് വെച്ചാൽ നാട്ടുകാരെന്താ വിചാരിക്കുക? ഇവർക്ക് ഇയാളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ നിസ്സഹായരാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. ഇത് ശാപം പോലെ പറയുന്ന വാക്കാണ്, മനസ്സിലായി?
അപ്പോൾ അതുകൊണ്ട് ഒരു വൃദ്ധന്റെ ജൽപ്പനം. ഇത് ഈ മോഡി 400 സീറ്റ് കിട്ടില്ല മോഡിക്ക് എന്നെ പറയാം. പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞു വന്ന് ഇയാളെ വളർത്തും, ഇനിയും വളർത്തും, മോഡീനെ വളർത്തും. ചിലപ്പോൾ ഈ പറഞ്ഞു വന്ന് അവസാനം ഇങ്ങനെയൊക്കെ ഇല്ല, ഇനി 2 ഘട്ടം കൂടി ഇലക്ഷൻ അല്ലേ നാളെ കഴിഞ്ഞ് 7ാമത്തെ ഘട്ടം കൂടി ഇല്ലേ, ഈ 2 ആളുകൾ മൊത്തം സീറ്റ് BJPക്ക് കൊടുത്താൽ പോരെ. ഇപ്പോൾ 400 അതിന് തൊട്ടടുത്തൊക്കെ വരുമല്ലോ. അപ്പം സത്യത്തിൽ ഇവർ ഇൻഡയറക്റ്റ്ലി ഇങ്ങനെ ഈ മോഡീനെ ഈ നമ്മളിപ്പോൾ നാട്ടും പുറത്തേക്ക് പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ ഒരാളെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ സത്യം അയാളാണ് വളരെ അയാളെ പറ്റി നിങ്ങളിങ്ങനെ ദുഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അയാളെ നിങ്ങൾ ഓർക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞ് മോഡീനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഡീനെ പോലെയുള്ള ഇങ്ങനെ വളർന്നു വരുന്ന ആളെ ചെയ്യേണ്ടത് അധികം അയാളെ പറ്റി സംസാരിക്കാതിരിക്കും. എന്നിട്ട് അയാളെ പ്രവൃത്തികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വ്യക്തി എന്നുള്ള പേര് പോലും പറയരുത്. ഇപ്പോൾ CPM വളരെ അങ്ങനെയല്ല ഒതുക്കി കളയുന്നത്. അവഗണിക്ക് ഇൻവിസിബിളാണ്. അത് മിണ്ടില്ല. ഇവരെന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ മാത്രമേ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ വ്യക്തിനെ അവർ മൈൻഡ് ചെയ്യില്ല. CPMന്റെ പ്രധാനപ്പെട്ട ഒതുക്കൽ തന്ത്രമാണ്. ഇതാണ് ചെയ്യേണ്ടത്. ഇത് സത്യത്തിൽ എന്താണ് മോഡിയുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടിയായി. അത്രേ ഉള്ളൂ. ഇങ്ങനെ മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അമിത്ഷാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അമിത്ഷായ്ക്ക് എന്തോ അസുഖം വന്ന സമയത്ത് ആ വണ്ടാറടങ്ങി പോട്ടെന്ന് ഫേസ്ബുക്കിൽ ആരോട് ചെയ്യും. അപ്പോൾ അത് ഓരോരുത്തർ ഗതികേട് എന്ന രീതിയിൽ BJPക്കാർ ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൽ അപ്പോൾ ഇത് വേറൊരു കാര്യം നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഇൻഡയറക്റ്റ്ലി മനസ്സിലാക്കാവുന്ന ഇപ്പം ഇന്ത്യ സഖ്യം പറയുന്നത് അവർ അധികാരത്തിൽ വരും കൗണ്ടിങ് കഴിയുന്നതോടുകൂടിയാണ്. പക്ഷേ അങ്ങനെ വരാൻ സാധ്യതയില്ലെന്ന് അവർക്ക് തന്നെ ഉറപ്പായി. അവിടുന്നാണ് ഈ അല്ലെ മോഡിയല്ല ആരായാലും ഇവർക്ക് എന്താ സത്യത്തിൽ വർഗീയത പറയുന്ന ഒരാളെ ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കുമ്പോൾ അപ്പം ഇവർ പറയുന്ന രീതിയിലാണ് ഇന്ത്യക്കാർ വോട്ട് ചെയ്യുന്നത്. അതായത് വളരെ സെക്യുലർ ആയിട്ട് ഈ പറയുന്നതിന് മാതിരി ഹിന്ദുത്വത്തിനെതിരെ വോട്ട് ചെയ്യുന്നെങ്കിൽ അവർ ജയിക്കേണ്ടതല്ല. അവർക്ക് സന്തോഷമല്ലേ, പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണ്ടേ. മോഡിജി ഇനിയും പറയൂ കമോണ്ടാന്ന് പറയുന്നത്. അതല്ലാതെ ഇങ്ങനെ ഈ നിർത്തിപ്പോണമെന്ന് പറയുമ്പോൾ അതിന് അത് സത്യം വാസ്തവം എന്താണ്, ഒരു രക്ഷയില്ല. ഇതിനൊക്കെ ഇയാൾ പറയുന്നതിനൊക്കെ തന്നെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇയാൾ നിർത്തിപ്പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന് ഫീലാണ്. അപ്പോൾ അനദർ ഫെദർ ഇൻ ദ ഹാറ്റ് ഓഫ് മോഡി. അല്ല, ഇവർക്കൊരു ആശയം ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് വെക്കാൻ പറ്റാതെ പോകുന്നത്? അതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല, എല്ലാം പറഞ്ഞു നോക്കി ഒന്നും ഏൽക്കുന്നില്ല. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ആം ആദ്മി പാർട്ടിക്കാരൻ ഒറ്റയ്ക്ക് വന്നാൽ ഏൽക്കും. കാരണം അവൻ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ നാട്ടുകാർ തെറ്റിദ്ധരിക്കും, അല്ലെ ധരിക്കും, ശരിയായി ധരിക്കും. ഇത് കോൺഗ്രസ് തന്നെ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും കാലം 400 സീറ്റ് ഒരു വർഷം ആദ്യം കിട്ടിയ ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പോൾ എന്നിട്ട് പോലും അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ചെയ്യാൻ പറ്റിയിടത്താണ് മോഡി പോയിട്ട് കുറച്ച് കാലത്തുള്ള അയാൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അവരത് ഞങ്ങൾ ഇതും കൂടി ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം ഞങ്ങൾ ഒരു ഫ്രീ ഹാൻഡ് തന്നു, ഇത് നിങ്ങൾ ചെയ്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്നെന്താ? ഭരണം പോയതിൻ്റെ ഒരു വിഷമം കൊണ്ട്, ഒരു പരിഭ്രാന്തി കൊണ്ട്, ഒരു വിഭ്രാന്തി കൊണ്ട് നിങ്ങൾ പറയാമെന്ന് ജനം തെറ്റിദ്ധരിക്കുള്ളൂ, അല്ലെങ്കിൽ ശരിയായി ധരിക്കുള്ളൂ. ജനം 2 രീതിയിൽ ധരിക്കാമല്ലോ. അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കൂടെ അവർ കാണിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ കർണാടകയിലെ ആന്ധ്രയിലൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെ ചില കാര്യങ്ങൾ ഫസ്റ്റ് ക്യാബിനറ്റിൽ ചെയ്തു എന്ന് കേട്ടു. പക്ഷെ അവിടെ ഈ മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഈ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള പ്രശ്നം കർണാടകയുണ്ട്. അതുവരെ പ്രോപ്പർലി അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതൊക്കെ അഡ്രസ്സ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് ജനങ്ങൾ ധരിക്കും. അങ്ങനെ ഒരു 3-4 സംസ്ഥാനങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ ഒരു നല്ല പഠന പത്രിക ഇറക്കിയിരുന്നു. ആ കേരളത്തിൽ ജയിച്ചിരുന്നെങ്കിൽ ആ പഠന പത്രിക പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ സമയബന്ധിയായി നടപ്പിലാക്കിയാൽ ജനങ്ങളെ വിശ്വാസം സാധിക്കാൻ പറ്റും. അതായത് പെർഫോമൻസ് ഇല്ലാതെ വാക്ക് മാത്രം നിന്നുകൊണ്ട് ഒരു കാര്യമില്ല. അന്ന് ഈ പറയുന്നതിൻ്റെ വലിയ ആളുകളുടെ വാക്കുകൾ അമൃതമായി കണ്ടിരുന്ന നാട്ടുകാരുടെയാണ് കോൺഗ്രസ് ജീവിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആരെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ്. ഒരു ചോദ്യം ചെയ്യപ്പെട്ടത് ആരെങ്കിലും ഉണ്ടോ? നരേന്ദ്രമോദി ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു, ജനങ്ങൾ. അമിത്ഷാ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു, ഷാരൂഖ് ഖാൻ, മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്തും വിജയം കൂടി ഇപ്പം ട്രോള് യുദ്ധമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആർക്കും പണ്ടെന്നാണ് MGRനെതിരെ ഒരാക്ഷരം വേണ്ടിയിട്ടില്ല. രജനീകാന്ത് ഒന്നും തലൈവരാണ്. വിജയ് ഇടക്കിടയ്ക്ക് ഇപ്പം കിട്ടുന്ന സമയത്ത് രജനീകാന്ത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി, മോഹൻലാലിനെ പറ്റി പിന്നെ അത് പിന്നെ കേരളത്തിൽ മലയാളി ആയതുകൊണ്ട് നസീർ സാറിനെതിരെ ഇതിലും വലിയ അറ്റാക്ക് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റാണ് പ്രധാനമായിട്ട്. നസീർ സാർ അഭിനയം നിർത്തി പോകണം, പ്രായമായില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ മമ്മൂട്ടി മല്ല അത്രയും ഫേസ് ചെയ്യുന്നില്ല. പൃഥ്വിരാജ് എന്താ പറഞ്ഞതെന്നല്ലാതെ വേറെ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പം മുമ്പാണ് രാജ്കുമാറോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അമിതാഭ് ബച്ചനോ ഒന്നും നേരിടാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും അക്ഷയ് കുമാറൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പം വലിയ വലിയ ആളുകൾ എന്താ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇവിടെ നിങ്ങളെ പ്രവൃത്തിയാണ് ആളുകൾ നോക്കുന്നത്. നിങ്ങൾ ഒരു സിനിമ ഹിറ്റ് ആയതുകൊണ്ട് 5 വർഷം നിങ്ങൾ ആരും ഒന്നും പറയില്ല എന്ന് വിചാരിക്കേണ്ട. അല്ലെങ്കിൽ ഒരു കളിയിൽ പണ്ട് ഇന്ത്യൻ ടീമിൽ അങ്ങനെ ആയിരുന്നു. 10 ഇന്നിങ്സിൽ
50-ൽ താഴെ സ്കോർ ചെയ്താലും 11ാമത്തെ ഇന്നിങ്സിൽ ഒരു സെഞ്ചുറി അടിച്ചാൽ അവൻ പിന്നെയും ടീമിനുണ്ടാവും. അപ്പം അതില്ല. ഇപ്പം ഈ പയ്യന്മാരൊക്കെ തന്നെ ഒരു സീസൺ ഒരു ടൂറിൽ മോശമായി കഴിഞ്ഞാൽ മാറ്റിക്കളിയാണ്. അതെ അതെ അതെ. ഇപ്പം ബോംബെ തന്നെ ഉണ്ട്, പിന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മാറ്റിയിട്ട് മറ്റേ പാണ്ഡ്യനാക്കി. അതെ അതെ. അപ്പം ആ രീതിയിൽ മാറിയിട്ടുള്ള യങ് പ്രൊഫഷണൽ ഇന്ത്യയാണ്. ആ പ്രൊഫഷണൽ ഇന്ത്യ ഡീൽ ചെയ്യണം. നിങ്ങൾ ഡെലിവറി ചെയ്ത് കാണിക്കും. ആദ്യം കിട്ടിയ സ്ഥലങ്ങളൊക്കെ നന്നായി ഡെലിവറി ചെയ്ത് ജനങ്ങളെ വിശ്വാസം പിടിച്ചു പറ്റും. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. അല്ലെങ്കിൽ അത്യാവശ്യം ഡെലിവറി ചെയ്യുന്ന ഒരാൾ, ഇപ്പം എനിക്കിപ്പോൾ നരേന്ദ്രമോദി തോന്നിയിട്ടുള്ള പണ്ടത്തെ ഇയാളെ പോലെയാണ്. ആദ്യം അറിയാം, പണ്ടൊരു റോബിൻ സിംഗ് ഉണ്ടായിരുന്നു. റോബിൻ സിംഗ് വളരെ വൈകിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ്. റോബിൻ സിംഗിനോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ജയിക്കാൻ തുടങ്ങുന്നത്, ചേസ് ചെയ്തൊക്കെ. ഇൻഡിപെൻഡൻസ് കപ്പിലാണ് പാകിസ്ഥാനെ ചേസ് ചെയ്ത് 300 റണ്ണിട്ട് അവരെടുത്തു. അവസാനം റോബിൻ സിംഗ് അടിച്ച് ജയിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫൈനൽ ഷോട്ട് പിന്നെ ജയിപ്പിക്കുന്ന ഷോട്ട് വേറെ ഒരു പയ്യനാണ് അടിച്ചത്. പക്ഷേ റോബിൻ സിംഗ് ആണ് സത്യത്തിൽ അടികൂടി. റോബിൻ സിംഗ് ആണ് ഋഷികേഷ് എനിക്കാണ് ജയിപ്പിച്ചത്. 3 ബോളുള്ള സമയത്ത് 2 ബോളിന് 4 റണ്ണോ കിട്ടേണ്ടിയിരുന്നു. 2 റൺ കിട്ടിയാൽ ഇയാൾ 4 അടിച്ചു, കനിക്കർ 4 അടിച്ചു. പക്ഷെ ആ കളി ജയിപ്പിച്ചത് ഇയാളാണ് റോബിൻ സിംഗ്. അങ്ങനെ കളി ജയിപ്പിക്കുന്ന ആളില്ലാത്തതുകൊണ്ടാണ് മുമ്പൊക്കെ അസൂദ്ദീനും സച്ചിനും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യ തോറ്റുകൊണ്ടിരുന്നു. റോബിൻ സിംഗ് വളരെ വൈകി മാത്രമേ വന്നത്. പക്ഷെ റോബിൻ സിംഗ് ഡെലിവറി ചെയ്യായിരുന്നു. റോബിൻ സിംഗ് എറിഞ്ഞാൽ വിക്കറ്റ് കിട്ടും, കളിച്ചാൽ അയാൾ ജയിപ്പിക്കുകയും ചെയ്യും. ഇതായിരുന്നു. അവിടെ നിന്ന് തൊട്ടാണ് ഇന്ത്യയുടെ ഈ വിജയക്കുതിപ്പ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഗാംഗുലി വരുന്നു. പിന്നെ ഗാംഗുലിയുടെ അണ്ടർ പിന്നെ അത് പെർഫെക്റ്റ് ചെയ്യുന്നത് ധോനിയാണ്. അതെ. അപ്പോൾ ആ രീതി മോഡി എനിക്ക് റോബിൻ സിംഗ് ആണ്. ഇനി വരാനുള്ളവർ ഇതിലും ഭീകരന്മാരാണ്. ഈ ബൈബിളിൽ പറയുന്നില്ലേ, പിന്നെ എന്താണ് സാബ യോഹന്ന പറയുന്നുണ്ട്, ഇനി വരുന്നവൻ്റെ എൻ്റെ പിന്നാലെ വരുന്ന ചെരുപ്പിനെ വായിക്കാൻ പോലും യോഗ്യനല്ല. അതുപോലെയുള്ള ആളുകളാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ആ വരാനുള്ള ആളുകളായിട്ട് ഇവർക്ക് ഇനി ഫൈറ്റ് ചെയ്യണം. മോഡി എനിക്ക് തോന്നുന്നു ഒരു ഇലക്ഷൻ കൂടി മോഡി നയിക്കുമെന്ന് തോന്നുന്നില്ല. മോഡിയുടെ ശുഭാനുസരിച്ച് അങ്ങനെ മാറിക്കൊടുക്കും. അങ്ങനെ ഇനിയുള്ളൊരു ഘട്ട സന്യാസം. അങ്ങനെ ഹിന്ദു യുഗത്തിൽ തന്നെ 4 ഘട്ടങ്ങളുണ്ട് നമുക്ക്. അതായത് ഒന്ന് പിന്നെ ഈ പറയുന്ന പോലെ ബാല്യകാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടം, പിന്നെ ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ മോഡിയിലപ്പോൾ സത്യത്തിൽ വാനപ്രസ്ഥത്തിൻ്റെതായ ഘട്ടമാണ്, അടുത്ത സന്യാസത്തിൻ്റെ ഘട്ടം. ഇപ്പോൾ ഒരുപക്ഷെ 2.5 വർഷം കൂടി ഭരിച്ചിട്ട് അല്ലെങ്കിൽ 3 വർഷം ഭരിച്ചിട്ട് ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടാവും. അമിത്ഷാനെ കൊണ്ടുവരും, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് ഇവരാരെങ്കിലും വരും. എന്നിട്ട് അങ്ങനെ അടുത്ത സന്യാസത്തിന് പോകാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.